നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, സർക്കാരിൻ്റെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും നോൺ ഇ ഹെൽത്ത് എന്ന് പറഞ്ഞ ഓൺലൈൻ ഒ പി ടിക്കറ്റ് എടുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയിട്ട് ഇ ഹെൽത്ത് ഓൺലൈൻ ഒ പി ടിക്കറ്റ് എന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പോർട്ടൽ വരും, ഇ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഇത് വരും. അതിൽ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കാൻ വരും. ആ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിനകത്തൊരു ക്യാപ്ച വരും. ആ ക്യാപ്ചയും അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് അഡ്വാൻസായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങൾ അതിനകത്ത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എത്ര ദിവസം മുൻപ് വേണമെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറെ കാണാനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ശേഷം ഒരു OTP വരും. ആ OTP ഈ പറയുന്ന ഡോട്ടുകളിൽ നമ്മൾക്ക് അടിച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാൻ എനിക്ക് വന്ന നമ്മുടെ മൊബൈലിൽ തന്നെയാണ് ആയിരിക്കും OTP വരിക. ആ OTP അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വെരിഫൈ OTP കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് പോകും. അടുത്ത ഓപ്ഷനിൽ വരുമ്പോൾ ഇതുപോലൊരു ഇതായിരിക്കും കാണുക. അപ്പോൾ അതിൽ നമ്മളുടെ പേര് കാണും. ആ പേരിൽ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക. ബർത്ത് ഇയർ മാത്രം അടിച്ചാൽ മതി. എന്നിട്ട് പ്രൊസീഡ് ചെയ്യുക. അതിന് ശേഷം അഡ്വാൻസ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞതുണ്ടാവും. അതിനകത്ത് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക, ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുക, ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ചെക്ക് അവൈലബിലിറ്റി ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ഏത് ഡേറ്റിലാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അവൈലബിൾ ആയ ഏതെങ്കിലും ഡേറ്റ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾറെഡി 10 രൂപ അതിനകത്ത് ചാർജ് പറഞ്ഞ് കാണിക്കും. ഒ പി ടിക്കറ്റിനൊക്കെ ഇപ്പോൾ എല്ലായിടത്തും 10 രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 രൂപ കാണിക്കും. പിന്നെ നമ്മൾ ഈ ചെക്ക് അവൈലബിലിറ്റി ഡേറ്റ് നോക്കുമ്പോൾ നമുക്ക് ഏത് ഡേറ്റാണോ വേണ്ടത് ആ ഡേറ്റിൽ എത്ര ടോക്കൺ ഉണ്ട്, അവൈലബിൾ ആയിട്ട് എത്ര ടോക്കൺ ഉണ്ടെന്ന് അവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ ആ ടോക്കൺ നമ്പർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിലേക്കാണ് പിന്നെ പോകുന്നത്. അപ്പോൾ കൺഫേം ആൻഡ് പേയ്മെൻറ്റ് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന് കാണിക്കും. അപ്പോൾ അതിനുശേഷം ഇതുപോലത്തെ ഒരു ടാബ് ഇതാണ് തുറന്നു വരിക, സ്ലൈഡ്. അതിൽ നമ്മൾ പേ നൗ കൊടുക്കാം. പേ നൗ കൊടുക്കുമ്പോൾ 2 ഓപ്ഷനായിട്ട് കാണും. ഗേറ്റ് വേയും കാണും, പിന്നെ വേറൊരു ഓപ്ഷനും കാണും. അപ്പോൾ അതിൽ നമുക്ക് ഓൾറെഡി പൈസ അടയ്ക്കണം എന്നുണ്ടെങ്കിൽ IKM പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്നുള്ളത് ഓപ്ഷൻ എടുക്കുക. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുക. അതിനുശേഷം അതിന് മുന്നേ നമ്മൾ ഇതിൽ ഏത് ബാങ്കിങ്ങിൽ ഒരു 2 ബാങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് സെലക്ട് ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഏത് വഴിയാണോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ UPI വഴിയാണെങ്കിൽ, ഗൂഗിൾ പേ വഴിയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഗൂഗിൾ പേ പേയ്മെൻറ്റിൽ 10 രൂപ പോകും. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് അവൈലബിൾ ആയത് OP ടിക്കറ്റ്